ഈ പൂരം നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. നമസ്കാരം. വിശ്വാസവഞ്ചന, ചതി എന്നിവ ചെയ്യുന്നവർക്ക് എന്താണ് സ്വാമി കിട്ടുന്നത് എന്ന് എന്നോട് നിത്യം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരാളെ വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്നവർ ചതിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ചതിക്കുന്നത്? എനിക്കെപ്പോഴും തോന്നുന്നത്, ഈ ചതിക്കപ്പെടുന്ന ആളും ചതിച്ചയാളും ഒക്കെ തമ്മിൽ ഏതോ ജന്മജന്മാന്തരങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടാകും. ദുബായിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ അഭയം തേടുന്ന സ്ഥലം. ഒരാൾ സമ്പന്നനായി മാറുക, അയാൾ അവിടെ ചെല്ലുക, അദ്ദേഹം കഷ്ടപ്പെട്ടൊരു നല്ല നിലയിലെത്തുമ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് കുറേ പേരെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവരും സമ്പന്നരാകുക. പിന്നെ അവിടെ അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കൊണ്ടുപോയ ആളിൽ നിന്ന് മാറി വേറെ കമ്പനികൾ തുടങ്ങുക, എല്ലാവരും സമ്പന്നരാകുക. മാവേലിയുടെ നാടൊന്നുമല്ലേ എല്ലാവർക്കും ഒരുപോലെ കഴിയാൻ പറ്റുന്ന അവസരം. ഓരോരുത്തരുടെ സമയമനുസരിച്ച് സമ്പന്നനാകുകയും ദരിദ്രനാവുകയും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ബന്ധങ്ങളില്ലാതാവുകയും ബന്ധങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാതെയൊക്കെ ചെയ്യും. പണമാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത്, സമ്പത്താണ് ലോകത്തിലെ ഏറ്റവും വലുത്. പണത്തിനപ്പുറം അച്ഛനും അമ്മയും ഇല്ല, അതിനേക്കാൾ വലുതാണ് പണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർ, സഹായിച്ചവരെ സ്നേഹിക്കാത്തവർ, തകർന്നു വീണപ്പോൾ ചേർത്ത് പിടിച്ചവർ, ഒരു ആശ്രയമായവർ, ഇവരെയൊക്കെ മറന്ന് പണം എന്ന് പറയുന്ന ഒരു പൈശാചികമായ ശക്തി, പണം ദൈവമാണെന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പണം ദൈവം പരീക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു കടലാസ് പേപ്പർ മാത്രമാണ്. നീ ഒരാളെ പരീക്ഷിക്കാൻ, ദൈവം നീ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് ജീവിക്കാനും നീ മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ ദൈവം കൊടുക്കുന്ന വെറും പേപ്പറാണ്, അച്ചടി പേപ്പറാണ് പണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ചെറിയ പ്രായത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുകയും പണം സമ്പാദിക്കുകയും ആ പണങ്ങളൊക്കെ പലതരത്തിലും പലരും ഒക്കെ നഷ്ടപ്പെടുത്തുകയും ഞാൻ തന്നെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥയാണല്ലോ ഒരു കപട സന്യാസിയുടെ ആത്മകഥ. എന്നെ നിത്യവും വിളിക്കുന്ന നിരവധി പേരിൽ പലരും ഉറ്റ സുഹൃത്തുക്കളാൽ വേണ്ടപ്പെട്ടവരാൽ വഞ്ചിക്കപ്പെട്ടവരും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചിലരുടെ നിവൃത്തികേട് കൊണ്ട് ചിലരെ സഹായിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം ചിലർ അങ്ങനെ ചെയ്യും, ചിലർ ഉദാരമായിട്ടുള്ള സംഭാവനകൾ ചെയ്യും, മനസ്സറിഞ്ഞ് സഹായിക്കും, ഒക്കെ ചെയ്യും. നല്ല മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾക്ക് അത് ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥകൾ വരും. അത് അവരുടെയൊക്കെ വിഷയങ്ങൾ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ വിചാരിക്കും പുറത്തുള്ള ഒരാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടെന്ന്. എൻ്റെ അടുത്ത് ഞാൻ പുറത്ത് ബെൻസ് കാറിൽ സഞ്ചരിക്കുന്നവരും ഇഷ്ടം പോലെ ധനമുണ്ടെന്ന് വിചാരിക്കുന്നവരും സ്വർണ്ണ ചെയിനും സ്വർണ്ണ വാച്ചും സ്വർണ്ണ കണ്ണടയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേർ എൻ്റെ മുമ്പേ ഒന്ന് സ്വാമി സ്പ്രേയൊക്കെ അടിച്ച് മുറിക്കുള്ളിലേക്ക് വരുമ്പോൾ തന്നെ, മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ സ്പ്രേയുടെ മണവും നിറച്ച് വരുന്നവർ മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്വാമി രക്ഷിക്കണം, വേറെ ഒരു മാർഗവുമില്ല, രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്, വീടും ബാങ്കും ഫാക്ടറികളും എല്ലാം ജിപ്തി ചെയ്യുന്ന അവസ്ഥയാണ്, കുട്ടികൾ പഠിക്കുകയാണ്, ബിസിനസ് മുഴുവൻ തകർന്നുപോയി, പലിശ കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ബെൻസ് കാറും കയ്യിലിട്ടേക്കുന്ന സ്വർണ്ണ ചെയിനും ഇതെല്ലാം മുക്കുമണ്ഡമാണെന്നും ഇതിന് അല്ലെങ്കിൽ കൂടി ഇതെല്ലാം നിലനിർത്തേണ്ട ഒരു ആവശ്യകത അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നതൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യനിലുണ്ടാകുന്ന ഒരുതരം അവസ്ഥയാണ്. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ രക്തമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന വീട്ടി നന്ദകുമാറിൻ്റെ ഒരു നോവലുണ്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു അത് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ വായിച്ചൊരു നോവലാണ് രക്തമില്ലാത്ത മനുഷ്യൻ, വീട്ടി നന്ദകുമാർ എഴുതി. അദ്ദേഹമാണ് വയനാടൻ തമ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള നല്ല റൈറ്ററാണ്, മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തമില്ലാത്ത മനുഷ്യനിൽ ശിവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ശിവൻ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, തൻ്റെ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, തൻ്റെ പണത്തിന് മാത്രമേ ഉള്ളൂ വിലയുള്ളൂ, മറ്റൊന്നിനും വിലയില്ല, മറ്റ് സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ല, മൂല്യങ്ങളില്ല, ഒന്നുമില്ല. തൻ്റെ പണം, തൻ്റെ ജീവിതം തൻ്റേത് മാത്രമായിട്ടുള്ള ജീവിതം, മറ്റൊന്നിനോടും വിലയില്ല എന്ന് വിശ്വസിക്കുന്ന ശിവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം ഒരു വേശ്യയിലൂടെ വളരുന്നതാണ് ആ കഥ. അത് ജയഭാരതിയാണ് സിനിമയിലായപ്പോൾ അഭിനയിച്ചത്. സോമനാണ് ശിവൻ്റെ കഥാപാത്രം അഭിനയിച്ചത്. അതൊരു സ്ട്രീറ്റിൻ്റെ കഥയാണ്.
ആ സ്ട്രീറ്റിൽ ജീവിക്കുന്ന ശിവൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വേശ്യയിൽ അഭയം തേടുകയും ആ വേശ്യയിലൂടെ ശിവൻ വളർന്ന് 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 വലിയവനായി തീർന്ന് അവസാനം ശിവൻ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഈ വേശ്യാവൃത്തി ചെയ്യുന്ന അത് ജയഭാരതിയാണ് അതിമനോഹരമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചത്. ശിവനെ കുത്തിക്കൊല്ലുന്നതാണ്. അതിൻ്റെ നോവൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യഭാഷ ഭയങ്കര മനോഹരമാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശിവൻ എന്ന് പറയുന്ന കഥാപാത്രവും. ഈ മറ്റേ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ജയഭാരതി ഗംഭീരമാക്കി. അതിൻ്റെ നോവൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഇങ്ങനെ രക്തമില്ലാത്ത മനുഷ്യൻ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാകുമോ? ഒരാൾക്ക് പണത്തിനെ മാത്രം സ്നേഹിക്കാൻ പറ്റുമോ? മൂല്യങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ബന്ധങ്ങൾ മറന്നു പോകുമോ? ഇതിനേക്കാളൊക്കെ പണത്തിനേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ഒന്നുമില്ലേ? അച്ഛനമ്മമാരില്ലേ? അച്ഛനമ്മമാരെക്കാൾ വലുതാണോ പണം? സഹോദരങ്ങളെക്കാൾ വലുതാണോ? ഒരു കാലത്ത് ചേർത്ത് പിടിച്ചവരെക്കാൾ വലുതാണോ പണം? പണമാണ് എല്ലാമെന്ന് വിചാരിക്കുന്ന, സമ്പത്താണ് എല്ലാമാണെന്ന് വിചാരിക്കുന്ന, ഭൂമിയാണ് എല്ലാമെന്ന് വിചാരിക്കുന്നത്, കെട്ടിടത്തിൻ്റെ വാടകകളാണ് എല്ലാമെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യർ, അതൊരു കഥയാണ്. ആ കഥയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ 63 വയസ്സിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് ഒരുപാട് ശിവന്മാരെ കാണാൻ പറ്റി. പണത്തിനു മാത്രം വില കൽപ്പിക്കുന്ന മനുഷ്യൻ, ഈ പണം ഒന്നുമല്ലാതാകുമെന്നും, ഒന്ന് വീണുപോയാൽ താങ്ങാൻ ഒരാളില്ല എന്ന് വരുമെന്നും, തനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതൊന്നും തൻ്റേതല്ല എന്നും, ഇനി അനുഭവിച്ചാൽ തൻ്റേതാണെന്ന് വിചാരിച്ചതൊക്കെ തന്നെ തനിക്ക് അന്യം വന്നു പോകുന്നതാണെന്നും, മേശപ്പുറത്തിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ താൻ തന്നെ എഴുന്നേറ്റിരുന്നാൽ മാത്രമേ അതെടുത്ത് കടിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ, അന്ന് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരപ്പെടുന്ന പണത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് പേരെ കണ്ടു. പണമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരോട് ഞാനെന്ന് പറയട്ടെ, ഇതൊന്നും തന്നെ നമ്മൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ശരീരമെല്ലാം നമ്മളിവിടെ ഇട്ടിട്ടേ പോകുകയുള്ളൂ. നമ്മൾ ഈ മോടിപ്പിടിപ്പിക്കുന്ന ഈ ശരീരം, നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന എന്തെല്ലാമാണോ അതെല്ലാം തന്നെ അവസാനം രോഗദുരിതങ്ങളാൽ നമ്മൾ രോഗങ്ങൾക്കടിമയായി ശ്വാസം കിട്ടാതെ വലിക്കുന്ന എത്രയോ പേരുണ്ട്. പണം പലിശയ്ക്ക് കൊടുക്കുകയും വിശ്വാസവഞ്ചന കാണിച്ചവരും സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ, എന്നെ ഈ അടുത്ത കാലത്ത് ഒരാൾ മക്കൾ തന്നെ പറയുകയാണ്, സ്വാമി അച്ഛൻ പണം പലിശയ്ക്ക് കൊടുത്തുണ്ടാക്കിയതാണ്, ഞങ്ങൾക്കൊക്കെ കുറേ തന്നെങ്കിലും ദുഷ്ടത്തരങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകളെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് വഞ്ചനകൾ കാണിച്ചിട്ടുണ്ട്. പണത്തിന് മാത്രമേ അദ്ദേഹം സ്നേഹിച്ചിരുന്നുള്ളൂ, പണത്തിനപ്പുറത്തോട്ട് മറ്റൊന്നിനെയും സ്നേഹിച്ചിരുന്നില്ല. മക്കളുണ്ടായതുകൊണ്ട് മാത്രം നമ്മളെ അദ്ദേഹം തീറ്റു തന്നു പോറ്റി. നമുക്ക് തരുന്നത് പോലും കണക്ക് പറഞ്ഞ് മാത്രമേ പണം തരാറുള്ളൂ. ആ പണം പോലും നമുക്കൊരാവശ്യത്തിന് പണം ചോദിച്ചാൽ പണം തരുന്നത് പോലും അതിൻ്റെ പകുതിയാണ്. അത് തന്നാൽ പോലും ആ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് പോലും പലിശ മേടിക്കുന്ന അച്ഛൻ, ഒരു പിതാവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനും പണത്തെ മാത്രം സ്നേഹിക്കുന്ന മനുഷ്യർ. അവസാനം എന്താണ്? അവസാനം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ, തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് വെള്ളം ഇറങ്ങാതെ. ഞാനിത് ഒരുപാട് പേരുടെ കാര്യമാണ് പറയുന്നത്. മക്കളെ വിളിച്ചാൽ ശബ്ദമില്ലാതിരിക്കുക, ഒരു മക്കളും തിരിഞ്ഞു നോക്കിയില്ല. അതിദയനീയമായി മരണപ്പെട്ട ഒരാളുടെ അവസ്ഥ എനിക്കറിയാം. പണത്തിനെ നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷേ അമിതമായി സ്നേഹിക്കരുത്. പണം ദുഃഖമേ തരൂ എന്ന് പറയുന്ന ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. പണം ആവശ്യമാണ്, ഒരാവശ്യ ഘടകമാണ്. അതൊരു അത്യാവശ്യ ഘടകമായി മാറുമ്പോൾ മൂല്യങ്ങൾ നമ്മൾ മറന്നു പോകുമ്പോൾ ഭഗവാൻ നമ്മളിൽ നിന്ന് മാറി ഒളിക്കും. നമുക്ക് വലിയ ക്ഷേത്രങ്ങൾക്ക് നമ്മൾ പണം കൊടുത്തിട്ട് കാര്യമില്ല, നെറ്റിയിൽ വലിയ ചന്ദനമുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഗുരുവായൂർ നേർച്ച കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരുപാട് പണം അമ്പലങ്ങളിലേക്ക് കൊടുക്കും, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൂജാരിമാർക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കും. അദ്ദേഹം ചെന്നാൽ ദൈവം അകത്തിരിക്കുന്ന വിഗ്രഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ കടം കൊണ്ട് മൂടി കിടക്കുന്ന വീട് പോലും പണയത്തിലായി ഏതു നിമിഷവും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലുള്ള ചില മനുഷ്യർ, അവരൊക്കെ അമ്പലങ്ങളിലേക്ക് പോയാൽ 2 കൈയും നീട്ടി പൂജാരിമാർ സ്വീകരിക്കും. പണം കെട്ടുകണക്കിന് വെച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തെത്താം. പക്ഷേ ശരീരം മാത്രമേ ദൈവത്തിൻ്റെ അടുത്തെത്തുള്ളൂ. മനസ്സുകൊണ്ട് ദൈവം അവരുടെ അടുക്കലേക്ക് വരില്ല. ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു വലിയ ശക്തിയാണ്, ഒരു ഊർജമാണ്. അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്. വിശ്വാസവഞ്ചനയും ചതിയും ചെയ്യുന്നവർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷ എന്താണ്? മക്കളിലൂടെ.
ദുഷ്ടന്മാരെ പന പോലെ വളർത്തും, സമ്പത്ത് കൊടുക്കും, ഐശ്വര്യമുണ്ടാകുമെന്ന് വിചാരിക്കും. അവൻ്റെ നാശം എങ്ങനെയാണ്? അവൻ്റെ സന്താന പരമ്പരകളിലൂടെ അവനുണ്ടാകും. അത് നമ്മൾ വിധിയുണ്ടെങ്കിൽ ആ വിധി നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതൊന്നും നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും ഒരു ഉരുള ചോറിൻ്റെ കഥ പറയില്ലേ? ഒരാൾ എടുത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം അതിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉരുള മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് അയാൾക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ അയാൾക്കത് ദഹിക്കില്ല എന്ന് മാത്രമല്ല, ദഹനഗ്രന്ഥി അത് പുറന്തള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ ദഹനഗ്രന്ഥി അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ദോഷം, അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ കോശങ്ങൾക്കുണ്ടാക്കുന്ന നാശം. അതുകൊണ്ട് അർഹതയില്ലാത്ത പണം, ഒരാൾ പണം കടം കൊടുത്തു എന്ന് വിചാരിക്കുക, അയാൾ തിരിച്ചു കൊടുത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലുള്ളവർ അതങ്ങ് ദൈവത്തിന് സമർപ്പിക്കും. അങ്ങനെ ഒരു പണം നമുക്ക് കിട്ടിയിട്ടില്ല, അതൊരു ഭാണ്ഡക്കെട്ടായി കൊണ്ടു നടക്കാൻ കഴിയില്ല. അത് എടുത്തയാൾക്ക്, ആ അർഹതയില്ലാത്ത പണം സ്വീകരിച്ച ആൾക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കട്ടെ ഭഗവാനെ. ഇപ്പോൾ ഉപാസകരുടെ പണമാണെങ്കിൽ ഉപാസന ദേവിയെടുത്ത് പറയും, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, അദ്ദേഹത്തിന് ആ പണം ഒരു ദോഷവും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ഉമിത്തിയിൽ നിന്ന് നീറി മരിക്കുന്ന പോലെ മനുഷ്യത്വമുള്ളവരുടെ മനസ്സാണെങ്കിൽ നീറി മരിച്ചുകൊണ്ടേയിരിക്കും. ആ സന്താന പരമ്പരകൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് മഹാദുരിതങ്ങൾക്കിടയാകുകയൊക്കെ ചെയ്യും. നമ്മുടെ മനസ്സുകൊണ്ട് ശപിക്കാതിരിക്കുക. എത്രയോ പേരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു സമ്പന്നനായ ഒരാൾ, ഒരു വലിയ വ്യവസായിയാണ്, ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ ഒരു സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് പണം കൊടുക്കാൻ മടിയാണ്. ജോലിക്കാരെ കൊണ്ട് കഷ്ടപ്പെടുത്തി പണിയെടുക്കും, യാതൊരു മനുഷ്യത്വമില്ലാതെ പെരുമാറും. ഇതെല്ലാം ചെയ്യും. ആരോഗ്യമുണ്ട്, കൊച്ചുമക്കളുണ്ട്, മക്കളുണ്ട്, എല്ലാവിധ സമ്പന്നതയുമുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ഭഗവാന് തുല്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ ഏറ്റവും വലിയ ഈശ്വരതുല്യമായി കണ്ടിരുന്ന, ദൈവതുല്യനായി കണ്ടിരുന്ന ആ മനുഷ്യൻ്റെ അതിദയനീയമായ ഒരു കിടപ്പാണ് ഞാൻ കണ്ടത്. അതിദയനീയമായൊരു കിടപ്പ്. ഒരു വീടിൻ്റെ ഒരു മൂലയിൽ, ആ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ദുർഗന്ധം വരാതിരിക്കാനായിട്ട് ഡെറ്റോൾ ഒഴിച്ച് കഴിയുന്നതിൻ്റെ ഗന്ധം. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്ന പൂർവ്വകാലം ഓർത്തു. മനുഷ്യരോട് ക്രൂരമായി പെരുമാറുന്നത് കൊണ്ടു. ഒരു ചെക്ക് അദ്ദേഹം എഴുതി ഒപ്പിടുമ്പോൾ അദ്ദേഹം അവർക്ക് പൈസ കൊടുക്കുമ്പോൾ, നീ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു പൈശാചികമായിട്ടുള്ള ഒരു ദുഷ്ടനാണടാ എന്ന്, 30 ദിവസം ജോലി ചെയ്ത പൈസയാണ്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണമാണ് എന്ന് വിചാരിച്ച ആളിൻ്റെ ദയനീയമായൊരവസ്ഥ. അവസാനം ബോധമില്ല, ഓർമ്മയില്ല, എന്ത് ചെയ്യണമെന്ന് ഓർമ്മയില്ല, എവിടെയാണെന്ന് ഓർമ്മയില്ലാതെ ഓർമ്മകൾ നശിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദയനീയത തോന്നി. അപ്പം ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നത് വളരെ ഒരു കാലത്തേക്ക് ഒരാളുടെ മാത്രമല്ല, അത് യാചകനോട് മാത്രമല്ല, രാജാവിനോട് മാത്രമല്ല, യാചകനോടും നീതി പുലർത്തുന്ന ദൈവങ്ങളുള്ളത്. നീ എന്തുകൊണ്ടാണ് യാചകൻ? നിനക്ക് 3 നേരം ഭിക്ഷയെടുത്താണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അവസ്ഥ ദൈവം നിനക്ക് തരുന്നിട്ടുണ്ട്. പക്ഷേ രാജാവിന് രോഗദുരിതങ്ങൾ കൊണ്ട് കിരീടവും സിംഹാസനവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നിനക്ക് വിശപ്പ് സഹിക്കേണ്ടി വരും. നിനക്ക് ഒരു നേരത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ നീ മരിച്ചു പോകും. യാചകൻ ഭിക്ഷയെടുത്താൽ പോലും നിനക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. ഞാനിന്ന് മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ ഫലങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ തകർന്നു പോകും. ഞാൻ 10, 35, 40 പേരുടെ ദുരിതങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതാണ്. പരിഹാരമില്ലാതെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, എനിക്കിത് പരിഹാരമില്ല. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം, രക്ഷിക്കണം, പൊട്ടിക്കരയുന്നവർ. അതിലെനിക്ക് ഒരു അമ്മയോട് എനിക്ക് കഷ്ടം തോന്നി. ഞാനൊരു നക്ഷത്രത്തിൽ തലയ്ക്ക് ആഘാതമേക്കും എന്ന് പറഞ്ഞു. അവരുടെ തലയിലൊരു ആഘാതമേറ്റു. അതിന് ഓടിപ്പടച്ച് വന്നതാണ്. ഞാൻ പറഞ്ഞു, അമ്മ, അത് ഞാൻ പൂർവ്വജന്മം അനുസരിച്ച് നമ്മുടെ ഈ സമയത്തേക്ക് നമ്മുടെ തലയ്ക്കൊരു ആഘാതമേക്കണം എന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതാണ്. അത് ഈ ജന്മത്തിൽ ഇപ്പോഴത്തെ ജ്യോതിഷ സ്വാമി എനിക്ക് നല്ല കാലമാണെന്ന് പറഞ്ഞു. ഞാൻ അത് സ്വാമിയുടേത് കേട്ടു. ഞാൻ കേട്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ തലയ്ക്ക് ആഘാതമേക്കുക, അതാ നോക്കൂ എൻ്റെ തലയ്ക്ക് ആഘാതമേറ്റി എന്ന് പറഞ്ഞ് എന്നെ കേണിച്ചു. പൂർവജന്മാർജിതമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം അത് ഫലത്തിൽ വരുന്ന കാലങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രങ്ങളൊക്കെ തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, ഓരോന്ന് ചിന്തിക്കുമ്പോൾ ഓരോ സമയത്തിൻ്റെ ഗ്രഹനിലകൾ ഇങ്ങനെ മാറി വരുന്നത് മാത്രമല്ല, കാലം മറിയുന്നത് എന്ന് പറഞ്ഞാൽ സമയം മാറി വരുന്നതനുസരിച്ച് തന്നെ രോഗദുരിതങ്ങളും വന്നുകൊണ്ട്
കൊണ്ടേയിരിക്കും. ഒരാൾ പറഞ്ഞതുപോലെ ഞാൻ ഏതോ നക്ഷത്രത്തെക്കുറിച്ച് ഒരാൾക്ക് ദോഷത്തെ കാലത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പടിക്കെട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വിഷം തൊടാതെ സൂക്ഷിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ബൈക്ക് എടുക്കാൻ ചെയ്യുമ്പോൾ ബൈക്കിൻ്റെ മുമ്പിൽ ഒരു നാഗം ഭണം ഉയർത്തി നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തത് എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചു, സ്വാമി എൻ്റെ ബൈക്കിലൊരു നാഗം ഭണം ഉയർത്തി നിൽക്കുകയാണ്, അത് ചീറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പൊക്കോളും, അത് അടുത്തൊരു കാവുണ്ട് നിങ്ങളുടെ ഭാഗത്ത്, ആ കാവിലെ നാഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ തന്നെ ഒരു ദേവിയുടെ കടാക്ഷം, ഒരു കണ്ണേക്ഷിയുടെ കടാക്ഷം കൊണ്ട് പറയുന്നതാണ്. മനുഷ്യർക്ക് ദോഷം വരാതിരിക്കട്ടെ. രക്തമില്ലാത്ത മനുഷ്യരുടെ കാലത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ രക്തമില്ലാത്ത മനുഷ്യനിലെ നായകനായ യശശരീരനായ സോമൻ അഭിനയിച്ച ശിവൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങളെപ്പോലുള്ള നിരവധി കഥാപാത്രങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർ നിങ്ങളെ വഞ്ചിക്കപ്പെടും, നിങ്ങളെ വഞ്ചിക്കാം. സുന്ദരമായിട്ടുള്ളൊരു മുഖവും സുന്ദരമുള്ള ഒരു ശരീരവും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളൊരു വലിയ സത്യമാണ്. ഒരുപാട് പേരെ വഞ്ചിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേർ വഞ്ചന. ഞാൻ ഇന്ന് തന്നെ 35 പേരുടെ ഫലം പറഞ്ഞതിൽ 15 പേര് വഞ്ചനയുടെ കഥയായിട്ടാണ് വന്നത്. അവർ സ്നേഹിച്ചവർ, അവർ ചേർത്ത് പിടിച്ചവർ, അവരെല്ലാം തന്നെ അവരെ വഞ്ചിക്കുന്നു. അത്തരം വഞ്ചനകൾ ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ അവരോട് കോടതി വരാന്തകളിൽ പോയി നിൽക്കാനോ ദേഷ്യപ്പെടാനോ നശിപ്പിക്കാനോ ശ്രമിക്കരുത്. ദൈവം അവരോട് പൊറുക്കട്ടെന്ന് മാത്രമേ പറയാവൂ. കാരണം നമ്മൾ ശിക്ഷിച്ചാൽ ദൈവം കൊടുക്കുന്ന അവരുടെ വംശത്തിന്, അവരുടെ സന്താന പരമ്പരകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന വലിയ ശിക്ഷ കുറഞ്ഞു പോകും. അതുപോലും കൊടുക്കരുതെന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പക്ഷേ ഭഗവാൻ ശിക്ഷിക്കും. ഭഗവാൻ അങ്ങനെയാണ്. വാക്കിന് വ്യവസ്ഥ. ഒരാളൊരാളോട് സന്ധി ചെയ്താൽ ശരി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്തില്ലെങ്കിലും അത് ശകുനമായി തിരിച്ച് അസ്ത്രമായി സന്താന പരമ്പരകളിലേക്ക് തന്നെ വരും. നമ്മളൊരാളോട് പറയുകയാണ്, ഞാനത് ചെയ്തോളാം, നീ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിയുമ്പോൾ വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് ആ വാക്കിൻ്റെ വാക്കിന് വളരെ വ്യവസ്ഥയുള്ളതാണ്. വാക്കിന് ആ വ്യവസ്ഥ തെറ്റിച്ചാൽ, വാക്കിൻ്റെ വ്യവസ്ഥ തെറ്റിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എപ്പോഴാണ്? സന്താന പരമ്പരകൾക്ക്. അതാണ് ഏറ്റവും. സന്താനങ്ങൾക്ക് ദുഃഖം വന്നാൽ മാത്രമേ മനുഷ്യന് ദുഃഖം വരൂ. മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. സന്താനങ്ങളെ സ്നേഹിക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. പണം വേണോ, ഒരു ത്രാസിൽ സന്താനത്തെ വെച്ച് മറ്റൊരു ത്രാസിൽ ആഭരണങ്ങളും പണവും വെച്ചാൽ ആഭരണവും പണവും എടുക്കുന്ന കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും യഥാർത്ഥത്തിലുള്ള ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ പൂരം നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പൂരം പിറന്ന പുരുഷൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു പുരുഷനായിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ ബുദ്ധിയുടെ ഉറവിടമായിരിക്കും അവൻ. ദേവനെയും അസുരനെയും ജയിക്കുന്നവനായിരിക്കും പൂരം നക്ഷത്രം. പക്ഷേ പൂരം നക്ഷത്രം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളനുസരിച്ച്, പൂരനക്ഷത്രത്തിലെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളനുസരിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ദോഷം പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ, ആ പൂർവ്വജന്മത്തിൽ സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്തൊരു പൂരം നക്ഷത്രക്കാരൻ വന്നു. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. അദ്ദേഹം ആ ബന്ധത്തിൽ കുടുങ്ങുന്നു. ആ ബന്ധത്തിൽ കുടുങ്ങിയിട്ട് ഇത് ഭാര്യയും മക്കളും ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് ആ പൂരം നക്ഷത്രക്കാരൻ ആ ബന്ധം 1-2 ദിവസത്തെ ബന്ധമേ ഉണ്ടായുള്ളൂ. പിന്നെ അയാൾക്ക് കുറ്റബോധം തോന്നി, അത് ഉപേക്ഷിക്കുന്നു. പക്ഷേ അത് പിന്നീടുണ്ടാക്കിയ ദുരന്തം, ദൈവത്തിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതങ്ങളുണ്ട്. അത് ചിലത് നമ്മൾ അനുഭവിച്ചു തീർത്തേ മതിയാവുകയുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, നിങ്ങൾ ഭാര്യയുമായിട്ട് ബന്ധമുള്ളപ്പോൾ ആ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിത്യവും അവർക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ആ സ്ത്രീയുടെ ഭർത്താവ് വിധവയാണ്, ഒരു മകനുണ്ട്, അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് സാമ്പത്തികം സഹായിച്ചോളൂ. പക്ഷേ നിങ്ങളെന്നും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് നഷ്ടമുള്ള കാര്യമല്ല. ആ പ്രാർത്ഥനയുടെ ഫലം മതി നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഭാര്യയും മക്കളുള്ളതുകൊണ്ട് നിങ്ങളത് നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട്. പൂരം നക്ഷത്രക്കാർ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കണ്ണുകൾക്കും പല്ലുകൾക്കും രോഗം വരാനുള്ള സാധ്യത, ഉദരത്തിന് രോഗം, മത്സ്യമാംസാദികളിലെ
ഈ മട്ടണും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ ഉദരരോഗത്തിനും ദഹനഗ്രന്ഥിക്കും ദോഷം വരാനുള്ള, നട്ടലിന് ക്ഷതമേക്കാനുള്ള കാലാവസ്ഥ, പലിശയ്ക്കുണ്ടെങ്കിൽ പലിശ കൊടുത്തിട്ടില്ലെങ്കിൽ പലിശക്കാർക്ക് പിടിമുറുക്കുന്ന അവസ്ഥ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. ഇത് 30 ദിവസത്തേക്കുള്ള ഫലമാണ്. പൂർവ്വജന്മത്തിൽ ഒരു സ്ത്രീ ശാപം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ചില വിപത്തുകൾക്ക് കാരണമുണ്ട്. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പൂരം നക്ഷത്രത്തിൽ പിറന്ന പെൺകുട്ടിയാണെങ്കിൽ സൗഹൃദമുള്ള പുരുഷനോടോ ഭർത്താക്കന്മാരോടോ ദോഷമുണ്ടാകും. കുട്ടികൾ മാതാപിതാക്കൾക്ക് കുട്ടികളാൽ ദുഃഖമുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണ്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പൂരത്തിന് ഏറ്റവും നല്ല കാലഘട്ടമാണെന്ന് പറയുന്ന രാജ്യവും ഒക്കെ നിലവിലുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകും. ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. സ്ഥാനചലനത്തിന്, സർക്കാർ ജോലിയാണെങ്കിൽ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. ഒപ്പിടുമ്പോൾ രേഖകളിൽ ദോഷങ്ങളുണ്ടാകുന്ന കാലഘട്ടമാണ്. രേഖകൾ ഒപ്പിടുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ വിലപിടിച്ച വസ്തുക്കളോ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുള്ളത് പലിശ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുമുള്ള സാധ്യതകളും ഒക്കെ വളരെ കൂടുതലാണ്. നഷ്ടങ്ങളുടെ ലോകത്ത് നിന്ന് ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങളുണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഹൗസിംഗ് ലോണുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനായിട്ടുള്ള അവസ്ഥകളും, ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത ലോണുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത പലിശക്കെടുത്ത് അടയ്ക്കാൻ നിൽക്കാതെ ആ കടം ബാധ്യതകൾ എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ദാമ്പത്യത്തിലുണ്ടാകുന്ന പൂരം നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയും. പക്ഷേ പൂർവ്വജന്മ ദോഷം പൂരം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭാശയ സംബന്ധമായ രോഗലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയുണ്ട്. വലത് കാലിലേക്ക് ചില വേദനകൾ ഉണ്ടാകാൻ, വലത് കാലിൽ നിന്ന് നട്ടലിൽ നിന്ന് വലത് കാലിലേക്ക് ഞരമ്പുകൾക്ക് ചില രോഗങ്ങൾ വരാനും, ചെവിക്ക് ദോഷങ്ങൾ ഉണ്ടാകാനും, അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ നടുവിനൊരു പിടുത്തമുണ്ടാകാനും, എല്ലുകൾക്ക് ബലക്ഷതമുണ്ടാകുന്ന ഒരു സമയമാണ് പൂരം നക്ഷത്രം പറഞ്ഞ സ്ത്രീകൾക്ക്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യം ഒന്ന് കുറയ്ക്കുന്നതോ മദ്യം നിർത്തുന്നതോ ഒന്ന് ആലോചിക്കുന്നത് പോലും ശരീരത്തിന് വളരെ നല്ലതാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ലഹരി പുകയ്ക്കുകയോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നവർ അത് പൂർണ്ണമായി നിർത്താൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരേ കാലഘട്ടത്തിലേക്ക് നമുക്കത് ഉപയോഗിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വഴങ്ങുന്ന ഒരവസ്ഥയല്ല. പൂരം നക്ഷത്രക്കാർ മദ്യപിക്കാം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിർത്തണം. അത് ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാലബാധ്യതകൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എല്ലാവിധ മേന്മകളും ഒക്കെ നമുക്ക് രാജയോഗങ്ങളും എല്ലാം ഉണ്ടാകുന്ന ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പണ്ഡിതന്മാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ദോഷങ്ങളും കൂടെ കയറി വരുന്ന ഒരു കാലഘട്ടം നമുക്കിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് വിഭവസമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തയ്യാറാകാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ വന്നു കയറാൻ ഒരു തടസ്സം. ഇപ്പോൾ സ്വാമി എല്ലാ ദോഷങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. ഞാൻ ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും വരുന്നതിനോടൊപ്പം പൂർവ്വജന്മമായിട്ട് പൂരം നക്ഷത്രക്കാർ ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൂരം നക്ഷത്രത്തിൻ്റെ അനുബന്ധ നക്ഷത്രങ്ങളുമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചില മുൻകരുതലുകളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.